ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കൂ. ഇത് ഫിലസ്തീനി കവിയായ മെഹമൂദ് ദർവേഷ് എഴുതിയ ഒരു കവിതയാണ്. ഇത് ഷിയറുൻ ഹുറാണ്. ഷിയറുൻ ഹുറ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അറബി കവിത കാണുന്നത് കവിതയിലെ എല്ലാ വരികളും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന വരികളായിരിക്കും. എന്നാൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായ കവിതയാണ്. ഇതിനാണ് ഷിയറുൻ ഹുറ എന്ന് പറയുന്നത്. ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയാത്ത വരികളുള്ള കവിതകൾ, മലയാളത്തിലെയൊക്കെ കവിതകൾ പോലെ. വ അൻത തുഇദ്ദു ഫതൂറക, നീ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കുക. ലാ തൻസ ഖൂതൽ ഹമാം, പ്രാവിൻ്റെ ഭക്ഷണം നീ മറക്കരുത്. അതായത് നിനക്ക് ചുറ്റും ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആളുകളുണ്ടാകാം, കഴിയുന്ന ആളുകളുണ്ടാകാം. അവരുടെ കാര്യം നീ മറക്കരുത്, അവർക്കുള്ള ഭക്ഷണം കൂടി നീ തയ്യാറാക്കുക. വ അൻത തഹൂലു ഹുറൂബക, നീ നിന്റെ യുദ്ധങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കൂ. ലാ തൻസ മൻ യത്ലുബൂന സലാം, സമാധാനം ആഗ്രഹിക്കുന്നവരുടെ കാര്യം നീ മറക്കരുത്. നീ യുദ്ധത്തിൽ മുഴുകിയിരിക്കുകയാണ്, നീ യുദ്ധ തൽപരനാണ്. എന്നാൽ യുദ്ധം ആഗ്രഹിക്കാത്ത, സമാധാനം കാക്ഷിക്കുന്ന, സമാധാനം തേടുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ കാര്യം നീ ഓർക്കണം, അവരുടെ കാര്യം മറക്കരുത്. വ അൻത തുസദ്ദിദു ഫാത്തൂറത്തൽ മാ, നീ വെള്ളത്തിൻ്റെ ബില്ലടക്കുമ്പോൾ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുക. മൻ യർലഊനൽ ഗമാം, മേഘം കിനിയുന്നത് കാത്തിരിക്കുന്ന മറ്റുള്ളവർ. അതായത് വെള്ളം നേരാവണ്ണം വെള്ളം കിട്ടാതെ മഴ പെയ്യുന്നത് കാത്തിരിക്കുന്ന, വെള്ളം ലഭിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട്. അവരുടെ കാര്യം നീ ആലോചിക്കുക. വ അൻത തഊദു ഇല ബൈത്തിക, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കൂ. ലാ തൻസ ശഅബൽ ഖിയാം, ടെന്റുകളിൽ കഴിയുന്നവരെ നീ മറക്കരുത്. നീ വീട്ടിലേക്ക് മടങ്ങുകയാണ്, നിനക്കൊരു വീടുണ്ട്. എന്നാൽ കഴിയാൻ വീടില്ലാതെ, താമസിക്കാൻ, കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ടെന്റുകളിൽ, തമ്പുകളിൽ കഴിയുന്നവർ. അവരുടെ കാര്യം നീ ആലോചിക്കണം. വ അൻത തനാമു വ തുഹ്സിൽ കവാകിബ, നീ ഉറങ്ങുകയാണ്, നീ ഉറങ്ങുന്നു. പിന്നെ നക്ഷത്രം എണ്ണിക്കൊണ്ട് നീ ഉറങ്ങുന്നു. അങ്ങനെ നീ ഉറങ്ങുമ്പോൾ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരെ കുറിച്ചും നീ ചിന്തിക്കണം. സമ്മത മല്ലം യജിദ് ഹയ്യിസൻ ലിൽ മനാം, ഉറങ്ങാൻ ഒരിടമില്ലാത്ത ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. സമ്മത്ത, അവിടെ ഉണ്ട്. മല്ലം യജിദ്, ഇല്ലാത്തവർ. ഹയ്യിസൻ, ഒരിടമില്ലാത്തവർ. ലിൽ മനാം, ഉറങ്ങാൻ ഇടമില്ലാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പേര് ദുനിയാവിലുണ്ട്. അവരുടെ കാര്യം നീ ആലോചിക്കണം. വ അൻത തുഹർരിറു നഫ്സക ബിൽ ഇസ്തിആറാത്ത്, നീ നിന്റെ വർണ്ണനകളാൽ നിന്റെ സ്വാതന്ത്ര്യത്തെ നീ വർണ്ണിക്കുന്നു. നീ സ്വയം സ്വതന്ത്രനാകുന്നു, നീ സ്വയം സ്വതന്ത്രനാണെന്ന് വിചാരിച്ച് കഴിയുന്നു. അപ്പോൾ നീ ഫക്കിർ ബി ഗൈരിക, മറ്റുള്ളവരുടെ കാര്യം കൂടെ നീ ആലോചിക്കണം. മൻ ഫഖദു ഹഖഹും ഫിൽ കലാം, സംസാരിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട മറ്റുള്ളവരുടെ കാര്യം നീ ആലോചിക്കണം. വ അൻത തുഫക്കിറു ബിൽ ആഖരീനൽ ബഈദീന, നീ ദൂരെയുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫക്കിർ ബി നഫ്സിക, നീ നിന്നെ പറ്റിയും ആലോചിക്കണം. എന്താണ് നിന്നെ പറ്റി ആലോചിക്കേണ്ടത്? കുൽ, നീ പറയുക. ലൈതനി ശംഅത്തും ഫിൽ ളലാം, ഇരുട്ടിലൊരു മെഴുകുതിരിയാകാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ. ലൈതനി, ഞാനായെങ്കിൽ. ശംഅത്തും ഫിൽ ളലാം, ഇരുട്ടിലൊരു മെഴുകുതിരിയെങ്കിലും ഞാനായെങ്കിൽ എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ അവർക്ക് വെളിച്ചമാകുന്ന ഒരു മെഴുകുതിരിയെങ്കിലും ആകണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ കവി. നഖറഉ വ നഫ്ഹം, നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. ഹാദ ശിഅറു, ഈ കവിത ലിശാഇരി മെഹമൂദ് ദർവേഷിന്റെ കവിതയാണ്. അൻ അഹമ്മിയത്തി സലാമി വത്തലാമുനി വത്തറാഹമി വത്തഫ്കീരി ബിൽ ആഖരീൻ, മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നതിൻ്റെയും പിന്നെ തറാഹം, കാരുണ്യത്തിൻ്റെയും, തലാമുൻ, ഉൾക്കൊള്ളലിൻ്റെയും, പിന്നെ അസ്സലാം, സമാധാനത്തിൻ്റെയും അഹമ്മിയത്തിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ചുള്ള മെഹമൂദ് ദർവേഷിന്റെ ഒരു കവിതയാണിത്. യഖൂലു ഷായിറു, അദ്ദേഹം പറയുന്നു, അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്, അൻ നഹ്തമ്മ ബി അഹ്വാലിൻ നാസി ഹൗലന, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ അവസ്ഥകൾ കൂടി പരിഗണിക്കൽ. അൻ നഹ്തമ്മ, നമ്മൾ പരിഗണിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്.
ബി അഹ്വാലിന്നാസി ജനങ്ങളുടെ അവസ്ഥകൾ, ഹൗലന നമുക്ക് ചുറ്റുമുള്ള, വനഅത്തിഫ് അലൈഹിം അവരോട് നമ്മൾ അനുകമ്പ കാണിക്കണം. നമ്മളെ ചുറ്റും എന്താണ് നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ഇദ്ദേഹം ഫിലസ്തീനി കവിയാണ് അല്ലേ. ഫലസ്തീനിൽ ഒരു നൂറ്റാണ്ടോളമായി യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ ഈ പാർപ്പിടങ്ങളില്ലാതെ, ഭക്ഷണമില്ലാതെ, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഉറങ്ങാൻ ഒരിടമില്ലാതെ കഴിയുകയാണ് പതിനായിരങ്ങൾ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം. ഇന്ദമാന തനാവലു ഫത്തൂറന നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അലൈന അന്ന തദക്കറ നമ്മൾ ഓർക്കണം അന്ന ഹുനാക മൻ ലൈസ ലദൈഹിം ത്വാമുൻ ഭക്ഷണം ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന്. അൻത തുഫക്കിറു അനിൽ ഹർബ് നീ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ബൽ എന്നാൽ ഹുനാക മലായീനു യത്ലുബൂന സലാം എന്നാൽ ഇവിടെ മില്യൺ കണക്കിന് ആളുകൾ സമാധാനം തേടുകയാണ്. അപ്പോഴാണ് നീ യുദ്ധത്തിനെ കുറിച്ച് ആലോചിച്ച് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നദ്ഫഉ ഫവാത്തിർ അൽ മാ നമ്മൾ വെള്ളത്തിന്റെ ബില്ലുകൾ നമ്മൾ പേ ചെയ്യുന്നു. വഫി ജാനിബിന ഉനാസുൻ നമ്മുടെ അടുക്കൽ ജനങ്ങളുണ്ട്. ലാ യജിദൂന ഖത്റത മാഇൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വെള്ളം ഉപയോഗിച്ച് അതിന്റെ ബില്ലടക്കുകയാണ്. ഇന്ദമാ നഹ്നു നർജിഉ ഇലാ ബുയൂത്തിന നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ, ഫരിഹീന സന്തോഷത്തോടെ നമ്മൾ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ, ലാ ബുദ്ദ അൻ നദ്കുറ നമ്മൾ ഓർക്കൽ നമുക്ക് അനിവാര്യമാണ്. ഖൗമൻ ഒരു ജനതയെ ലൈസ ലഹും മഅവ അഭയസ്ഥാനമില്ലാത്ത ഒരു ജനതയെ നമ്മൾ ഓർക്കണം. അഭയസ്ഥാനമില്ലാത്ത ഒരു ജനത ഇവിടെയുണ്ട്. അവരെ നമ്മൾ ഓർക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. പിന്നെ നഹ്നു നസ്തരീഹു നമ്മൾ വിശ്രമിക്കുന്നു, വനർത്താഹു നമ്മൾ വിശ്രമിക്കുന്നു, ഫി ദിയാരിന നമ്മുടെ വീടുകളിൽ, ഫനദ്കുറു ഉനാസൻ ലൈസ ലഹും മനാം ഉറങ്ങാനൊരിടമില്ലാത്ത ജനങ്ങളെ നമ്മൾ അപ്പോൾ ഓർക്കണം. അൻത തതകല്ലമു മുസ്തഖില്ലൻ നീ സ്വതന്ത്രനായി സംസാരിക്കുന്നു, വലാകിൻ ഹുനാക മൻ ളഅത് ഹുരിയത്തുൽ കലാം എന്നാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. അൻത തദ്കുറുൽ ബഈദീന ദൂരെയുള്ളവരെ കുറിച്ച് നീ ആലോചിക്കുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ ഫഅലൈക അൻ തുഫക്കിറ ബിനഫ്സിക നീ നിന്നെക്കുറിച്ചൊന്ന് ആലോചിക്കണം. വതുളഹിയ നഫ്സക നീ എന്ത് ചെയ്യണം, നീ സ്വയം ത്യജിക്കണം. ലിസ്വലാഹിൽ ഗൈർ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നീ നിന്നാൽ കഴിയുന്നത് ചെയ്യണം. അനിഷായർ ആരാണി കവി? മഹ്മൂദ് ദർവേഷ് ഷാഇറുൻ ഫിലസ്തീനിയുൻ ഒരു ഫിലസ്തീനി കവിയാണ് അദ്ദേഹം. വഹുവ മഷ്ഊറുൻ ബി അശ്ആരിഹിൽ വതനിയ്യത്തിൽ ഖൗമിയ്യത്തി അദ്ദേഹം തൻ്റെ ദേശീയ സാമുദായിക കവിതകളാൽ പ്രശസ്തനാണ്. അൽ മൻസൂജത്ത് ബിൽ ഹുബ്ബി സ്നേഹം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട ദേശീയ സാമുദായിക കവിതകളാൽ പ്രശസ്തനാണ് അദ്ദേഹം. ഉലിദ ഫി ഖറിയത്തി ബിർവ ബി ഫിലസ്തീനിലെ ബിർവ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1941 മിൻ മുഅല്ലഫാത്തിഹിൽ മഷ്ഹൂറത്തി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകളിൽപ്പെട്ടതാണ് അസാഫീർ ബിലാ അജ്നിഹ ചിറകുകളില്ലാത്ത കുരുവികൾ എന്ന കവിതാ സമാഹാരം അല്ലെങ്കിൽ കവിത. പിന്നെ ആഖിറുൽ ലൈൽ അവസാന രാത്രി എന്ന കവിത. ഒഹിബ്ബുക വലാ ഒഹിബ്ബുക ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന കവിത. തുർജിമ ഷിറുഹു അദ്ദേഹത്തിന്റെ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ഭാഷാന്തരം ചെയ്യപ്പെട്ടു. ഇല ഇദ്ദത്തി ലുഗാത്തിൻ ധാരാളം ഭാഷകളിലേക്ക്. തൂഫി അദ്ദേഹം മരണപ്പെട്ടു. തൂഫി ദർവേഷ് അദ്ദേഹം മരണപ്പെട്ടു. ഓഗസ്റ്റ് 9 എപ്പോൾ 2008 ബിൽ വിലായത്തുൽ മുത്തഹിദ അമേരിക്കയിൽ യുഎസിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇനി നുജീബ് അനിൽ അസ്ല താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മൻ മഹ്മൂദ് ദർവേഷ് ആരാണ്? മഹ്മൂദ് ദർവേഷ് ഷാഇറുൻ ഫിലസ്തീനിയുൻ ഒരു ഫിലസ്തീനി കവിയാണ്. അയിന ഉലിദ ഷാഇർ മഹ്മൂദ് ദർവേഷ് ഷാഇർ മഹ്മൂദ് ദർവേഷ് എവിടെയാണ് ജനിച്ചത്? ഉലിദ ഷാഇർ മഹ്മൂദ് ദർവേഷ് ബിർവ ഫി ഫിലസ്തീനിലെ ബിർവയിലാണ് ജനിച്ചത് അല്ലേ, അല്ലെങ്കിൽ ഫി ഖറിയത്തി ബിർവ ബി ഫിലസ്തീനിലെ ബിർവ ഗ്രാമത്തിലാണ് ജനിച്ചത്. പിന്നെ അമ്മ യതഹദ്ദസു ഷാഇറു ഫി ഹാദ ശിഅർ ഈ കവിതയിൽ കവി എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഉത്തരം യതഹദ്ദസു ഷാഇറു ഫി ഹാദ ശിഅരി കവി ഈ കവിതയിൽ സംസാരിക്കുന്നു എന്തിനെ കുറിച്ച്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അൻ അഹമ്മിയത്തി സലാമി സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. വത്തലാമുനി
ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വത്തറാഹമി കാരുണ്യത്തിൻ്റെ, വത്തഫ്കീരി ബില്ലാഹിരീന മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കവി ഈ കവിതയിൽ സംസാരിക്കുന്നത്. ഇനി നുഅബ്ബി ഉൽ ബയാനാത്തി ഷഖ്സിയ, ബയോഡാറ്റ നമുക്ക് പൂരിപ്പിക്കാം. നുഅബ്ബിയു പൂരിപ്പിക്കാം. ലിഷാരി മഹമ്മൂദ് ദർവേഷിന്റെ ബയോഡാറ്റ പൂരിപ്പിക്കാം. അൽ ഇസ്മുൽ കാമിൽ എന്നിടത്ത് എന്ത് എഴുതും? ഫുൾ നെയിം മഹമ്മൂദ് ദർവേഷ് എന്ന് എഴുതുക. പിന്നെ താരിഖുൽ വിലാദത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, അതവിടെ എഴുതുക മേലെ നോക്കിയിട്ട്. മക്കാനുൽ മീലാദ്, പ്ലേസ് ഓഫ് ബർത്ത്, അതും മേലെ നോക്കി എഴുതുക. ബിർവ ഫിലസ്തീൻ, ബിർവ എന്ന് എഴുതുക, ഒരു കോമ ഇടുക, എന്നിട്ട് ഫിലസ്തീൻ എന്ന് എഴുതുക. ബയോഡാറ്റ എഴുതുമ്പം അങ്ങനെയുള്ള വാക്കുകൾ മാത്രം എഴുതിയാൽ മതിയാകും. അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിന്റെ രചനകൾ, കുറെ രചനകൾ മേലെ പറഞ്ഞല്ലേ, അതൊക്കെ കോമ ഇട്ട് എഴുതി പോവുക. ഇതൊക്കെ അസാഫിർ ബിലാ അജ്നിഹ, ആഖിറുൽ ലൈൽ, ഇവിടെ ഉള്ളതുപോലെ കോമ ഇട്ട് എഴുതുക. പിന്നെ താരിഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, മരണപ്പെട്ട ഡേറ്റ് അവിടെ എഴുതുക. നുലാഹിദു വ നഫ്ഹമുൽ ലമാഇർ അല്ലത്തി തഹതഹ ഖത്തുൻ, അടിവരയിട്ട ലമീറുകളെ നമുക്ക് നിരീക്ഷിക്കാം. നഹ്നു എന്ന ലമീറിന്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. നഹ്നു നർജിഉ ഇലാ ബുയൂത്തിന, ന എന്ന ലമീറിന്റെ അടിയിലും അല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. നഹ്നു എന്നത് ലമീറാണ്, ഞങ്ങൾ. ന എന്നതും ലമീറാണ്, ഞങ്ങൾ. രണ്ടും ഒരേ അർത്ഥമാണ്. നഹ്നു എന്നത് ലമീറുൻ മുൻഫസിൽ എന്ന് പറയും, ഒറ്റയ്ക്ക് വരുന്ന ലമീർ. ന എന്നത് ലമീറുൻ മുത്തസിൽ, മറ്റു വാക്കിന്റെ കൂടെ ചേർന്നുകൊണ്ട് മാത്രമേ മുത്തസിലായ ലമീറുകൾ വരികയുള്ളൂ. മുൻഫസിലായ ലമീറുകളാണെങ്കിലോ ഒറ്റയ്ക്ക് വരും. ഓക്കെ, അടുത്തത് വ അൻത തുഇദ്ദു ഫുതൂറക, നീ നിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നു. ഇതിൽ അൻത എന്നത് നീ, അത് മുൻഫസിലായ ലമീറാണ്. ഫുതൂറക ക എന്നത് നിന്റെ, അത് മുത്തസിലായ ലമീറുകളാണ്. ഇതിൽ മുൻഫസിലായ ലമീറുകൾ ഏതൊക്കെയാണ്? സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതും അൻതും, അൻതി അൻതും അൻതുന്ന, അന നഹ്നു, ഇവയൊക്കെയാണ് അല്ലേ. ഇനിയുമുണ്ട്, തൽക്കാലം പ്രധാനപ്പെട്ടത് അവയൊക്കെയാണ്. ഇനി ഈ ഓരോ ലമീറുകൾക്കും, ഈ മുൻഫസിലായ ലമീറുകൾക്കൊക്കെ ഒരു മുത്തസിലായ ലമീറുകളും ഉണ്ടാകും. ചിലത് മാറ്റം ഉണ്ടാവില്ല, ചിലത് മാറ്റമുണ്ട് അല്ലേ. നഹ്നു എന്നതിൻ്റെ മുത്തസിലായ രൂപമാണ് ന എന്നത്. അതേപോലെ അൻതയുടേത് ക. അപ്പോൾ അതിലർത്ഥം ഞങ്ങളുടെ, ഞങ്ങളെ, ഞങ്ങൾക്ക് എന്നതിനൊക്കെ വേണ്ടി നാവും നാ ഉപയോഗിക്കും. അതേപോലെ നിനക്ക്, നിന്റെ, അതിനൊക്കെ വേണ്ടി ക ഉപയോഗിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഹുവയുടേതാണെങ്കിലോ അൻത തുഇദ്ദു എന്നുള്ളത് ഹുവ വെച്ച് പറയാം. ഹുവ യുഇദ്ദു ഫുതൂറഹു, അവൻ അവൻ്റെ ഭക്ഷണം തയ്യാറാക്കുന്നു. ഹിയ ആണെങ്കിൽ ഹിയ തുഇദ്ദു ഫുതൂറഹ, അവൾ അവളുടെ ഫതൂർ തയ്യാറാക്കുന്നു. ഇനി നീ പെണ്ണിനോട് പറയുന്നതാണെങ്കിലോ അൻതി ആണ് അല്ലേ. ഇവിടെ ആണായ, അൻത എന്ന് പറഞ്ഞാൽ ആണാണ്. അൻതി, നീ, അൻതി തുഇദ്ദീന എന്ന് പറയണം. അൻതി തുഇദ്ദീന ഫതൂറക്കി, നീ നിന്റെ ഭക്ഷണം തയ്യാറാക്കുന്നു. അതേപോലെ ഞാനാണെങ്കിലോ അന ഉഇദ്ദു ഫതൂരി, ഞാൻ എൻ്റെ ഫതൂർ തയ്യാറാക്കുന്നു. പിന്നെ ഇനി നിങ്ങളാണെങ്കിൽ അൻതും തുഇദ്ദൂന. ഓക്കെ, അവരാണെങ്കിൽ ഹും യുഇദ്ദൂന. അപ്പോൾ ഫുതൂറക്കും ഫുതൂറഹും അങ്ങനെ വരും. ശരി, ഇനി നഖറവ നുക്കുമിലു ബിളമീരി മുനാസിബിൻ, അനുയോജ്യമായ ലമീർ വെച്ചുകൊണ്ട് പൂരിപ്പിക്കാം. ജാബിറുൻ വലതുൻ നഷീത്തുൻ, ജാബിർ ഒരു ഉന്മേഷവാനായ കുട്ടിയാണ്. ഡേഷ് ദാരിസുൻ ഫിസോഫിസ് താസെ, അവൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഡേഷ് എന്നുള്ളിടത്ത് ഹുവ എന്ന് വെക്കാം. ഹുവ ദാരിസുൻ ഫിസോഫിത്താസെ, അവൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ദാറുഹു ഖരീബത്തു മിനൽ മദ്രസത്തി, അവൻ്റെ വീട് സ്കൂളിനോട് അടുത്താണ്, സ്കൂളിൽ നിന്നും അടുത്താണ്, അതായത് സ്കൂളിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ മതി. ഖരീബത്തു മീൻസ് അടുത്ത്. രണ്ടാമത്തത് ജുമാന ഡേഷ് ദാരിസത്തുൻ, ജുമാന ജാബിറുൻ വലതുൻ നഷീത്തുൻ എന്ന് പറഞ്ഞതുപോലെ ജുമാന ബിന്ദുൻ നഷീത്തുൻ എന്ന് പറയാം. ജുമാന ബിന്ദുൻ നഷീത്തുൻ, ജുമാന ഒരു ആക്റ്റീവായ വിദ്യാർത്ഥിനിയാണ്. ഡേഷ് ദാരിസത്തുൻ ഫിസോഫിൽ ആഷിർ, അവിടെ അവൾ എന്ന് പറയണം അല്ലേ. അപ്പോൾ ഹിയ ദാരിസത്തുൻ, അപ്പോൾ ബിന്ദുൻ നഷീത്തുൻ എന്നും ഹിയ എന്നും അവിടെ പൂരിപ്പിക്കണം. ഹിയ ദാരിസത്തുൻ ഫിസോഫിൽ ആഷിർ, അവൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ബൈത്തുഹ ഫിൽ ഖറിയത്തി, അവളുടെ വീട് ഗ്രാമത്തിലാണ്. ബൈത്തുഹു, ദാറുഹു എന്നാണ് അവൻ്റെ എന്നുള്ളതിന് പറഞ്ഞത് അല്ലേ. അവളുടെ എന്നതിന് ബൈത്തുഹ. ശാന്ത മുമരിലത്തുൻ, ശാന്ത ഒരു നേഴ്സാണ്. വാലിദുഹ മുസാരിയൻ, അവളുടെ പിതാവ് കർഷകനാണ്. ബാബു മുഹാസിബുൻ, ബാബു ഒരു അക്കൗണ്ടന്റ് ആണ്. വാലിദത്തുഹു റബ്ബത്തുൽ ബൈത്ത്, അവൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്താണ്, ഹോം മേക്കർ, ഹൗസ് വൈഫാണ് അല്ലേ.
യാ സമീർ, സമീറെ, അഹൂക്ക റജുലുൻ സാലിഹുൻ, നിന്റെ സഹോദരൻ നല്ലൊരു വ്യക്തിയാണ്. അഹൂക്ക, നിന്റെ സഹോദരൻ, റജുലുൻ സാലിഹുൻ, നല്ല ആളാണ്. ഇനി നുലാഹിദു സൂറത്ത, ചിത്രം നോക്കാം. വനുറാജി ഷീറ, എന്നിട്ട് കവിത ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനഖ്താർ സുത്തൂറ മുനാസിബത്തൻ ലി ഏതാദിൽ മുൽസഖത്ത്, എന്നിട്ട് ഈ പോസ്റ്റർ തയ്യാറാക്കാൻ, അതായത് ഇവിടെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയുള്ള വരി കവിതയിൽ നിന്നും കണ്ടെത്താം. ലാത്തൻസ് ഷഅബൽ ഖിയാം എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഇത് കവിതയിലെ ഒരു വരിയാണ്. അതേപോലെയുള്ള ഒരു വരി ഇതിനും നമ്മൾ കണ്ടെത്തണം. ഇതെന്താണ് ലാത്തൻസ് ഷഅബൽ ഖിയാം എന്ന് പറഞ്ഞാൽ? ടെന്റുകളിലുള്ള ജനങ്ങളെ നീ മറക്കരുത്. ഇതാണ് ടെന്റ് അല്ലേ. വീട് ബോംബിങ്ങിൽ, യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർ താമസിക്കുന്ന ടെന്റാണിത്. ഈ ടെന്റുകളിലുള്ള ഷാബ്, ജനത, സമൂഹമാണ് ഇവർ അല്ലേ. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണ്? ഭക്ഷണമില്ലാത്തവരാണ് അല്ലേ. അപ്പോൾ ലാത്തൻസ കൂത്തൽ ഹമാം, അതാണ് ഇവിടെ യോജിക്കുന്നത് അല്ലേ. ഹമാമിന്റെ ഭക്ഷണം നീ മറക്കരുത്. അൻത തഊദു ഇലൽ ബൈത്ത്, നീ വീട്ടിലേക്ക് മടങ്ങുന്നു. ഫക്കിർ ബി ഗൈരിക, നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുക. അതിന്റെ ശേഷമുള്ള 2 വരികൾ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നുറാജി ഷീറ, കവിത നമുക്ക് വായിച്ചു നോക്കാം. വനുഅദ്ദു മുഅജ്ജമൻ അലിഫ്ബായിയൻ, ഒരു അലിഫ്ബായി ആയിട്ടുള്ള മുഅജ്ജം, ഡിക്ഷണറി നമുക്ക് തയ്യാറാക്കാം. മഖ്തൂമൻ ബിൽ മീം, മീം കൊണ്ട് അവസാനിക്കുന്ന ഡിക്ഷണറി. അതായത് മീം കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ ഇവിടെ എഴുതാം, അത്രയേ ഉള്ളൂ. തുടക്കം അവിടെ കൊടുത്തിരിക്കുന്നു. അൽ ഹമാം, അൽ ഖിയാം, അൽ ഗമാം. കവിത നോക്കിയാൽ എന്നും കിട്ടും അതേപോലുള്ള വാക്കുകൾ മീം കൊണ്ട് അവസാനിക്കുന്നത്. ഇതൊക്കെയാണ്. ഹമാം ഇത് ഇവിടെയുണ്ട്. പിന്നെ സലാം അല്ലെ, അസ്സലാം. പിന്നെ അൽ ഖിയാം അത് പറഞ്ഞു. അൽ മനാം, പിന്നെ അൽ കലാം, അവസാനം അല്ലലാം. ഓക്കെ, എല്ലാം ഒരേ രൂപത്തിൽ മീമ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകളാണ്. നുറാജി ഷീറ വനൻലിം അബിയാത്തൻ ബസീതത്തൻ അൻ വതനിന, നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കവിത ചൊല്ലാം. ലളിതമായ കവിതകൾ, ബൈത്തുകൾ ചൊല്ലി നോക്കാം. ഓക്കെ, ഇതോടെ 4ാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുന്നു.